ആസ്ഥാനമാക്കിയുള്ള ക്രിസ്ത്യൻ കത്തോലിക്ക സഭയാണ് ഡിസംബർ 25 യേശുവിന്റെ ജന്മദിനമായി ആഘോഷിക്കുവാൻ തുടക്കമിട്ടത്. ക്രിസ്തു ജനിക്കുന്നതിന് 400 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ആഘോഷത്തിന് ആരംഭം കുറിച്ചതെന്നാണ് ചില ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് മുൻപ് തന്നെ ഡിസംബറിൽ നിലനിന്നിരുന്ന സമാനമായ ചില ആഘോഷങ്ങളെ പറ്റി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. റോമൻ സംസ്കാരം ഉടലെടുക്കുന്നതിന് ഏറെ വർഷങ്ങൾക്ക് മുൻപ് അവിടെ ജീവിച്ചിരുന്ന അന്നത്തെ ജനങ്ങൾ സോൾ എന്ന സൂര്യദേവനെ ആരാധിച്ചിരുന്നു. BC 10-ാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന അഗസ്റ്റസ് സീസർ സോളിനെ നീക്കം ചെയ്യുകയും തൽസ്ഥാനത്തേക്ക് ഗ്രീക്ക് ദേവനായ അപ്പോളോയെ കൊണ്ടുവരികയും ചെയ്തു. സോൾ, അപ്പോളോ എന്നിങ്ങനെ ദേവന്മാരുടെ പേരുകൾ മാറി മാറി വരുന്നെങ്കിലും അവയെല്ലാം സൂചിപ്പിക്കുന്നത് സൂര്യദേവനെയാണ്. പിന്നീട് അറീരിയൻ ചക്രവർത്തി AD 274 ഡിസംബർ 25 സൂര്യദേവന്റെ ഉത്സവമാക്കി മാറ്റി. കടുത്ത ശീതകാലത്ത് ഒരു ഗുഹയിലാണ് അപ്പോളോ ദേവൻ ജനിച്ചതെന്നാണ് ചിലരുടെ വിശ്വാസം. ആട്ടിൻകുട്ടിയെ തോളിലെടുത്തു നിൽക്കുന്ന അപ്പോളോയുടെ ചിത്രങ്ങളുമുണ്ട്. ചിലരൊക്കെ ഇന്നും വിശ്വസിച്ചു പോകുന്നത് യേശുദേവൻ ഒരു ഗുഹയിലാണ് ജനിച്ചതെന്നാണ്. അപ്പോളോയുടെ ഇതിഹാസവും യേശുവിന്റെ ജീവിതവും തമ്മിലുള്ള സാമ്യങ്ങളാണത്രേ ഇവ. BC 6-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന മിത്രായിസം എന്ന മതത്തിന്റെ ദേവനായ മിത്രാസ് AD 2-ാം നൂറ്റാണ്ടിൽ റോമിലും പ്രചാരം നേടിയെടുത്തു. അപ്പോളോയെ പോലെ ഒരു സൂര്യദേവനാണ് മിത്രാസ്. AD 5-ാം നൂറ്റാണ്ട് വരെ, ഏകദേശം AD 5-ാം നൂറ്റാണ്ട് വരെ റോമിൽ മിത്രായിസം തുടർന്നു. ക്രിസ്തുമത പ്രചാരത്തിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്നും മിത്രായിസം എന്ന മതം നിലനിന്നു പോകുമായിരുന്നു. മിത്രാസിനെ കുറിച്ചുള്ള വിശ്വാസങ്ങൾക്ക് യേശുവുമായി ഏറെ സാമ്യമുണ്ട്. യേശുവിന്റെ ജനനസമയത്ത് ആട്ടിടയന്മാർ ആഗതരായതുപോലെ മിത്രാസിന്റെ ജനന സമയത്തും ആട്ടിടയന്മാർ ആഗതരായിട്ടുണ്ട്. അതുപോലെ തന്നെ മിത്രാസ് ശിഷ്യന്മാരുമൊത്ത് അപ്പവും വീഞ്ഞും കഴിക്കുകയും തിരികെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും വീണ്ടും ഒരിക്കൽ കൂടി വന്ന് തന്റെ ശിഷ്യന്മാർക്കും ലോകത്തിലുള്ള എല്ലാ ജനതയ്ക്കും അന്ത്യന്യായവിധി നടത്തുമെന്നും വിശ്വാസമുണ്ട്. ലോകാവസാനത്തിൽ ന്യായവിധി നടത്താൻ യേശു പുറപ്പെടുന്നത് പോലെ തന്നെ ലോകാവസാനത്തിൽ ന്യായവിധി നടത്താൻ മിത്രാസും പുറപ്പെടുമെന്ന് തന്നെയായിരുന്നു മിത്രായിസം മതത്തിന്റെ ഒരു വിശ്വാസം. റോമിൽ ഡിസംബർ 25-നാണ് മിത്രാസിന്റെ ജന്മദിനമായി ആഘോഷിക്കുന്നത്. അതായത് ക്രിസ്തു ജനിച്ചെന്ന് കരുതുന്ന ദിവസം തന്നെ. മനുഷ്യൻ കൃഷി ചെയ്തു തുടങ്ങിയതോടെയാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കപ്പെടുന്നത്. കൃഷിക്ക് സൂര്യൻ എത്രത്തോളം ആവശ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശീതകാലം മാറി സൂര്യൻ ആഗതമാകുന്നതോടെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്കും അരങ്ങ് ഉണരുന്നു. ഡിസംബർ മാസത്തിലെ മറ്റു ദേവന്മാരുടെ ജന്മദിനത്തെക്കുറിച്ച് നാം ഇന്നത്തെ വീഡിയോയിൽ കേട്ടല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. പുത്തൻ പുതിയ അറിവുമായി വീണ്ടും എത്തുന്നതുവരെ ബൈ.